ദില്ലി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കിയ വിധിയിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഷ്ട്രീയ എതിരാളികളെ കള്ളക്കേസിൽ ഉൾപ്പെടുത്തി വേട്ടയാടുന്ന കേന്ദ്ര സർക്കാരിന്റെ അധികാര ദുർവിനിയോഗത്തിനേറ്റ വലിയ തിരിച്ചടിയാണിതെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ബിജെപിക്ക് മാത്രമല്ല, ഇക്കാര്യത്തിൽ രാഷ്ട്രീയ ദുഷ്ടലക്ഷ്യം വെച്ച് ബിജെപിയെ സഹായിച്ച കോൺഗ്രസിനും ആഘാതമാണ് ഈ കോടതി വിധിയെന്നും പറയുന്നുണ്ട്. അതുമാത്രമല്ല, കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അരവിന്ദ് കെജ്രിവാളിനോട് ഫോണിൽ സംസാരിച്ചു എന്ന വിവരവും മുഖ്യമന്ത്രി പ്രസ്താവനയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ്. സുലേഖ ശശികുമാർ കൂടി ചേരുകയാണ് വിശദാംശങ്ങളുമായി. സുലേഖയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറക്കിയ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് പരിശോധിക്കാം. കേന്ദ്ര ഏജൻസികളെ ആയുധമാക്കി ബിജെപി ഇതര സംസ്ഥാന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുവാനുള്ള നീക്കങ്ങളെയാണ് കോടതി ഫലത്തിൽ ചോദ്യം ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ വിധിയോട് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. തെളിവുകളില്ലാതെ പ്രതി ചേർത്തതിന് CBIക്കെതിരെ കോടതി കടുത്ത വിമർശനം ഉന്നയിക്കുന്ന നിലയെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുന്ന BJP സർക്കാരിന്റെ ഈ ഒരു രാഷ്ട്രീയ ഗൂഢലക്ഷ്യത്തിനെതിരെ ഏറ്റവും വലിയ തിരിച്ചടിയാണിതെന്നാണ് അദ്ദേഹം ഈ പ്രസ്താവനയിലൂടെ പറഞ്ഞിരിക്കുന്നത്. സുലേഖ ശശികുമാർ ചേരുകയാണ് വിശദാംശങ്ങളുമായി. സുലേഖ, അരവിന്ദ് കെജ്രിവാളുമായി താൻ ഫോണിൽ സംസാരിച്ചു എന്ന വിവരവും ഈ പ്രസ്താവനയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കുന്നു. എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ? സിന്ദൂരി, എന്തായാലും ഡൽഹി മദ്യനയ കേസിൽ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെയും അതിനൊപ്പം തന്നെ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെയും വിചാരണ കോടതി കുറ്റവിമുക്തരാക്കിയത് രാഷ്ട്രീയ എതിരാളികളെ കള്ളക്കേസുകളിൽ പെടുത്തി വേട്ടയാടുന്ന കേന്ദ്ര സർക്കാരിന്റെ അധികാര ദുർവിനിയോഗ ശൈലിക്കേറ്റ തിരിച്ചടിയാണ് എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. BJPക്ക് മാത്രമല്ല, ഇക്കാര്യത്തിൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് BJPയെ സഹായിച്ച കോൺഗ്രസിനും ഈ വിധി ആഘാതമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കേന്ദ്ര ഏജൻസികളെ ആയുധമാക്കി BJP ഇതര സംസ്ഥാന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങളെയാണ് ഇത്തരത്തിൽ കോടതി ഫലത്തിൽ ചോദ്യം ചെയ്തിരിക്കുന്നതെന്നും തെളിവുകളില്ലാതെ പ്രതി ചേർത്തതിന് CBIക്കെതിരെ കോടതി കടുത്ത വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യവും ഇന്ന് കോടതിയിൽ ഉണ്ടായിട്ടുണ്ട്. അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുന്ന BJP സർക്കാർ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയാണ് ഡൽഹിയിൽ ജനഹിതം അട്ടിമറിച്ച് ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്തിയത്. കേജ്രിവാളിനെ ജയിലിലടക്കാൻ ആദ്യം ചരട് വലിച്ചത് അത് കോൺഗ്രസ് തന്നെയാണ് എന്നുള്ളതും തീർച്ചയാണ്. ഇത്തരത്തിൽ മദ്യനയത്തിൽ അഴിമതി ആരോപിച്ച് 2022 ജൂണിൽ അന്നത്തെ ദില്ലി കോടതി PCC പ്രസിഡന്റാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഡൽഹി പോലീസിനെ സമീപിക്കുന്നത്. പിന്നാലെയാണ് ഇത്തരത്തിൽ വാദപ്രതിവാദങ്ങൾ നടക്കുകയും ഇന്നിപ്പോൾ ജയിൽ മോചിതരാക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടായത്. ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയെ കേന്ദ്ര ഏജൻസി അറസ്റ്റ് ചെയ്തപ്പോൾ അറസ്റ്റിനെ സ്വാഗതം ചെയ്ത കോൺഗ്രസ് കേജ്രിവാളിനെ കൂടി അറസ്റ്റ് ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോൺഗ്രസ് നേതാവും അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായിരുന്ന സന്ദീപ് ദീക്ഷിതിന്റെ പരാതികൾ ആയുധമാക്കിയാണ് ദില്ലിയിലെ ലഫ്റ്റനന്റ് ഗവർണർ ആം ആദ്മി സർക്കാരിനെ വേട്ടയാടാൻ ആരംഭിച്ചത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ആം ആദ്മി സർക്കാരിനെതിരെ BJPയുടെ മെഗാഫോണായി മാറിയ കോൺഗ്രസ് ആണ് ദില്ലിയിലെ മതനിരപേക്ഷ സർക്കാരിനെ അട്ടിമറിക്കാൻ കൂട്ടുകക്ഷിയാക്കിയത് എന്നത് കൂടി മുഖ്യമന്ത്രി ഈ കുറിപ്പിൽ പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ നേരത്തെ സിന്ദൂരി സൂചിപ്പിച്ചതുപോലെ അരവിന്ദ് കെജ്രിവാളിനെ ഇത്തരത്തിൽ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അരവിന്ദ് കെജ്രിവാളിനോട് ഫോണിൽ സംസാരിച്ചതായും മുഖ്യമന്ത്രിയുടെ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ കോടതി വിധി അത് കേന്ദ്ര സർക്കാരിന്റെ അധികാര ദുർവിനിയോഗ ശൈലിക്കേറ്റ തിരിച്ചടിയാണ് എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ BJPക്ക് മാത്രമല്ല, രാഷ്ട്രീയ ദുഷ്ടലക്ഷ്യം വെച്ച ഈ BJPയെ സഹായിച്ച കോൺഗ്രസിനും ഈ കോടതി വിധി തിരിച്ചടിയാണ്, ആഘാതമാണ് എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. സിന്ദൂരി.